മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല. അതെ, നമ്മൾ കണ്ടീഷൻഡ് ആണ്. അപ്പോൾ നമുക്ക് കേഴ്സ്ഡ് സ്റ്റോറീസ് ഉണ്ട്, ബ്ലെസ്ഡ് സ്റ്റോറീസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കേഴ്സ്ഡ് സ്റ്റോറി ആണെങ്കിൽ റോങ്, ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്, റോങ് മാനിഫെസ്റ്റേഷൻ നടക്കും. പോസിറ്റീവ് എനർജി ആണെങ്കിലാണ് ഈ പറഞ്ഞ വൈബ് നമ്മൾ ആ മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യും. ഐ എം സോ സൂപ്പർ ഹാപ്പി ആൻഡ് ഐ എം എൻജോയിങ് മൈ ലൈഫ്. ഷെയിമിലാണുള്ള ഒരു വ്യക്തിയെങ്കിൽ, ഗിൽറ്റിലൊക്കെ ആണെങ്കിൽ 20 ആണ് അവരുടെ വൈബ്രേഷൻ സെറ്റ് പോയിന്റ്. Okay. സെയിം ടൈം ലവിൽ എത്തുമ്പോൾ അത് 500 ആകും. അതുപോലെ നമ്മുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്ന ആളുകളുമായിട്ട് ഡിസ്കണക്ട് ചെയ്യാം. ചില ആൾക്കാർക്ക് ചെറിയ ഡ്രീംസ് അവർ മാനിഫെസ്റ്റ് ചെയ്ത് വർക്ക് ആവുന്നു എന്ന് പറയുന്നു, പക്ഷേ വലിയ വലിയ ഡ്രീംസ് എത്തുമ്പോൾ അവിടെ ഫെയിൽ ആവുന്നു. അതെന്തുകൊണ്ടായിരിക്കും? ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചോദിക്കുന്നതാണ്, ഡോക്ടർ മാനിഫെസ്റ്റ് ചെയ്ത് നേടിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ആഗ്രഹിച്ചിരുന്നൊരു സിനിമയിൽ അഭിനയിക്കണമെന്ന്. അത് മാനിഫെസ്റ്റേഷനിലൂടെ തന്നെയാണ് ഞാൻ സിനിമയിൽ അഭിനയിച്ചത്. ഞാൻ 5 വർഷത്തിൽ കൂടുതൽ ടൈം എടുത്ത് എഴുതിയൊരു പുസ്തകമാണ് എൻ്റെ പേഴ്സണൽ ബ്രാൻഡിങ്. ആ പുസ്തകം എഴുതുമ്പോൾ തന്നെ ഞാൻ ആഗ്രഹിച്ചിരുന്നത് യൂസഫലി സാറായിരിക്കും ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. അത് മാനിഫെസ്റ്റേഷനിലൂടെ നടന്നു. വൺ സൈഡ് ലവ്, അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പിൽ നോട്ടീസ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ഈ മാനിഫെസ്റ്റേഷനിലൂടെ റിലേഷൻഷിപ്പ് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ? യങ്സ്റ്റേഴ്സ് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, നമുക്ക് ഇങ്ങനെ ക്രഷ് തോന്നുന്ന ആൾക്കാർ അല്ലെങ്കിൽ സ്നേഹം തോന്നുന്ന ആൾക്കാർ ഞങ്ങൾക്ക് സ്നേഹിക്കുന്നില്ല, അതിന് എന്ത് ചെയ്യണം എന്നുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം സ്നേഹിക്കേണ്ടത് നമ്മളെ തന്നെയാണ്, സെൽഫ് ലവ്. സോ നമ്മളെ അക്സെപ്റ്റ് ചെയ്യാത്തടത്തോളം കാലം ലോകത്താരും നമ്മളെ അക്സെപ്റ്റ് ചെയ്തു. Hi, hello, welcome to Thought Table, where we discuss about wellness and psychology. I'm Ankita, wellness consultant. With me, Dr. Lissy Shahjahan, master life coach and celebrity psychologist. ഇന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്, എന്തുകൊണ്ട് മാനിഫെസ്റ്റേഷൻ വർക്ക് ആവുന്നില്ല. വിഷ്വലൈസ് ചെയ്യുന്നു, അഫർമേഷൻ ചെയ്യുന്നു, ജേർണൽ ചെയ്യുന്നു, പക്ഷെ സ്റ്റിൽ മാനിഫെസ്റ്റേഷൻ വർക്ക് ആവുന്നില്ല. അതെന്തുകൊണ്ടാണ് ഡോക്ടർ അങ്ങനെ സംഭവിക്കുന്നത്? മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല. റൈറ്റായിട്ട് മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നില്ല എന്ന് വേണം കരുതാൻ. കാരണം മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ തോട്ട്സ്, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ എനർജി യൂണിവേഴ്സൽ എനർജിയുമായിട്ടൊരു പ്രോപ്പർ അലൈൻമെൻറ്റിൽ വരുമ്പോഴാണ് റൈറ്റ് മാനിഫെസ്റ്റേഷൻ നടക്കുന്നത്. അപ്പോൾ ഇവിടെ എവിടെയൊക്കെയോ മിസ് അലൈൻമെൻറ്റ് വരാം, എനർജി ചേഞ്ച് ആകാം. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് വരാതിരിക്കാനുള്ള റീസൺ നമ്മൾ തന്നെയാണ് അതിൻ്റെ കാരണം. നമ്മൾ റോങ് മാനിഫെസ്റ്റേഷൻ ഓപ്റ്റ് ചെയ്യുന്നു നമ്മൾ അറിയാതെ തന്നെ. അപ്പോൾ എങ്ങനെയാണ് റൈറ്റ് മാനിഫെസ്റ്റേഷൻ വരിക, അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ എന്താണ്, എങ്ങനെയാണ് കൃത്യമായി മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു റൈറ്റ് മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ടത്? ആ പ്രോസസ്സ് ഒന്ന് പറയാമോ? ഫസ്റ്റ് ഓഫ് ഓൾ, മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ന്യൂ സബ്ജക്റ്റ്. നോർമലി ആളുകൾ പറയാറുണ്ട്, ഇപ്പോൾ സീക്രട്ട് ബുക്ക് വന്നതിന് ശേഷം അല്ലെങ്കിൽ സീക്രട്ട് മൂവി വന്നതിന് ശേഷമാണ് മാനിഫെസ്റ്റേഷനെ കുറിച്ച് സംസാരിക്കുന്നത്. അതൊരു ബസ്സായി മാറി അല്ലേ? യെസ്. പക്ഷേ അങ്ങനെ അല്ല. വേദിക് ഫിലോസഫി തന്നെ പറയുന്നത് സങ്കല്പ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണ്. അതിൽ പറയുന്നത് നമ്മളുടെ ക്ലിയർ ഇൻറ്റൻഷൻ പ്ലസ് സ്പോക്കൺ വിത്ത് കൺവിക്ഷൻ, അത് ഈ 2 കാര്യങ്ങളിലും അസോസിയേറ്റ് ചെയ്യുന്നത്, അതിനോടൊപ്പം ചേർന്ന് പ്രോപ്പർ ധർമ്മ മീൻസ് നമ്മുടെ പേർപ്പസ്, ഇത് അലൈൻമെൻറ്റിലേക്ക് വരുമ്പോൾ മാനിഫെസ്റ്റേഷൻ സംഭവിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ ഹെർമാറ്റിക് ഫിലോസഫി പറയുന്നത് എവറിത്തിങ് റിലേറ്റഡ് ടു മൈൻഡ്, നമ്മുടെ തോട്ട്സ് ക്രിയേറ്റ് ഓർ റിയാലിറ്റി. ദെൻ മിസ്റ്റിസിസം പറയുന്നത് അതും ഇത് തന്നെയാണ്. മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ മാജിക്. നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു ക്രിയേറ്റീവ് പവറുണ്ട്. യൂണിവേഴ്സൽ ഹയർ സെൽഫിൻ്റെ തന്നെ ഒരു അംശം നമ്മുടെ ഉള്ളിലുള്ളത്. ആ ഒരു അംശവുമായിട്ട്, ആ ക്രിയേറ്റിംഗ് പവറുമായിട്ട് അലൈൻഡ് ആകുന്ന രീതിയിൽ നമ്മുടെ വേർഡ്സ്, തോട്ട്സ്, ഇമോഷൻ, എനർജി അലൈൻഡ് ആകുമ്പോൾ ഇത് സംഭവിക്കുമെന്ന് നമ്മുടെ സയൻസ് പറയുന്നത്. ന്യൂറോ സയൻസും ഇത് തന്നെ പറയുന്നത് റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം, റാസ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം മാനിഫെസ്റ്റേഷനിൽ എല്ലാ കാലത്തും മാനിഫെസ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് എന്നുള്ളതാണ്, അത് ഏത് രീതിയിലാണ് നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് കറക്റ്റ് ക്വസ്റ്റ്യൻ. വളരെ കറക്റ്റ്. കാര്യം ഒരു സയൻറ്റിഫിക് ആസ്പെക്റ്റ് കൂടെ അതിലുണ്ട്. അപ്പം എനിക്ക് കുറച്ചുകൂടെ സയൻറ്റിഫിക് ആസ്പെക്റ്റ് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. മാനിഫെസ്റ്റേഷനും എങ്ങനെ സയൻറ്റിഫിക്കലി വർക്ക് ആവുന്നു. യെസ്, സയൻസ്, നമ്മൾ ന്യൂറോ സയൻസ് പറയുമ്പോൾ ബ്രെയിൻ ഫിൽറ്റർ വാട്ട് വി ഹൈലൈറ്റ്. അപ്പം നമ്മൾ എന്തിലാണോ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് അത് ഫിൽറ്റർ ചെയ്ത് നമ്മളിലേക്ക് കൊണ്ടെത്തിക്കും. അതായത് നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ ചിന്തിക്കുക, അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ ഫോക്കസ് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്, അത് മാനിഫെസ്റ്റേഷൻ ഹാപ്പൻ ചെയ്യുന്നു. ഇങ്ങനെയാണ് സയൻസ് പറയുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞു സയൻറ്റിഫിക്കലി നമ്മൾ അത് ആൻസർ ചെയ്തു. ഇനി സൈക്കോളജിക്കൽ ആസ്പെക്റ്റിൽ എങ്ങനെ നമുക്ക്
ഡിഫൈൻ ചെയ്യാൻ പറ്റും മാനിഫെസ്റ്റേഷനെ? വണ്ടർഫുൾ ക്വസ്റ്റ്യൻ. സൈക്കോളജിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ സെൽഫ് ഫുൾഫില്ലിങ് പ്രൊഫസീസ് എന്ന് പറയും. ഇപ്പം നമ്മൾ മനസ്സുകൊണ്ട് എന്താണോ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ മനസ്സിൽ ഓൾവേസ് നമ്മളൊരു ബിലീഫ് സിസ്റ്റം കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു കാര്യം നടക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു, അത് നടക്കുമെന്ന് നമ്മൾ നമ്മളോട് തന്നെ സെൽഫ് ടോക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ അത് ശരിയാകും എന്നുള്ളൊരു ഓപ്റ്റിമിസ്റ്റിക് പെർസെപ്ഷൻസ് കൊടുക്കുന്നു, അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റായിട്ട് ഇത് വർക്ക് ചെയ്യും. അതുകൊണ്ടാണ് ഈ സെൽഫ് ഫുൾഫില്ലിങ് പ്രൊഫസി എന്ന് തന്നെ പറയുന്നത് സൈക്കോളജിയിൽ. അപ്പം സെൽഫ് ടോക്കിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ ഡെഫിനറ്റായി. അപ്പം എന്തൊക്കെ സ്റ്റെപ്സ് ആണ് നമ്മൾ സൈക്കോളജിക്കൽ ആംഗിളിൽ പറയുമ്പോൾ ചെയ്യേണ്ടത്? ഡെഫിനറ്റായിട്ട് നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ റിലേറ്റ് ചെയ്യുന്നത്, അതായത് നമ്മുടെ പേഴ്സണൽ റിയാലിറ്റിയുമായിട്ടൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നതാണിത്. അപ്പം നമുക്കെല്ലാവർക്കും സ്റ്റോറീസ് ഉണ്ട് അല്ലേ? അതെ, നമ്മൾ കണ്ടീഷൻഡ് ആണ്. അപ്പോൾ നമുക്ക് കേഴ്സ്ഡ് സ്റ്റോറീസ് ഉണ്ട്, ബ്ലെസ്ഡ് സ്റ്റോറീസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കേഴ്സ്ഡ് സ്റ്റോറി ആണെങ്കിൽ റോങ്, ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്, റോങ് മാനിഫെസ്റ്റേഷൻ നടക്കും. പിന്നെ കേഴ്സ്ഡ് ബിലീഫാണ് ഞാൻ ഹോൾഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് എനിക്ക് ഞാൻ അതിന് ഡിസർവിങ് ആണോ, ഡിസർവിങ് ദാറ്റ് ഒരു വലിയ പൊസിഷൻ, ഒരു ഡ്രീം ഞാൻ ഇമാജിൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഡിസയർ ഉണ്ട്, ഒരു ബിഗ് ഡ്രീമുണ്ട്. ആ ഡ്രീം എനിക്ക് ഫുൾഫിൽ ചെയ്യണം. പക്ഷേ എൻ്റെ ഉള്ളിൽ എവിടെയോ അത് നടക്കുമോ, അല്ലെങ്കിൽ അത് നടക്കാനുള്ള സാധ്യതയുണ്ടോ, അതിന് ഞാൻ യോഗ്യയാണോ, അതിനുള്ള ക്വാളിറ്റി എനിക്കുണ്ടോ, അല്ലെങ്കിൽ അത് നേടിയെടുക്കാനുള്ള സ്ട്രെങ്ത് എനിക്കുണ്ടോ, പവറുണ്ടോ, എൻ്റെ ചുറ്റുപാടും എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ഉണ്ടോ എന്നൊക്കെ ഒരു തോട്ട്സ് വന്നു കഴിഞ്ഞാൽ നടക്കില്ല. അപ്പം ഇതെല്ലാം നമ്മുടെ സൈക്കോളജിയുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പം നമ്മുടെ ബിലീഫ്സിനെ റീവയർ ചെയ്യേണ്ടി വരും, സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിങ് ചെയ്യേണ്ടി വരും, നമ്മുടെ സ്റ്റോറീസ് ആൻഡ് സ്ക്രിപ്റ്റ് ചേഞ്ച് ചെയ്യേണ്ടി വരും, ഹീലിംഗ് പ്രോസസ്സ് നമ്മൾ ചെയ്യേണ്ടി വരും. സോ വി ഹാവ് ടു എക്സ്പാൻഡ് അവർ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കോൺഷ്യസ്നെസ്സിൻ്റെ അതിൻ്റെ ഒരു എക്സ്പാൻഷനാണ്. എത്രത്തോളം നമുക്ക് നമ്മളെ അവയർനെസ് കൂട്ടിക്കൊണ്ട് വരുന്നുവോ, എത്രത്തോളം ഏത് ഇമോഷനാണ് ഞാൻ ഹോൾഡ് ചെയ്യുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നുവോ, ഏത് വൈബ്രേഷണൽ മാച്ചിലാണ് ഞാൻ ഉണ്ടെന്ന് അറിയുന്നതോ, എത്രത്തോളം ഏത് എനർജിയിലാണ് ഞാൻ ഉണ്ടെന്ന് അറിയുന്നതോ അനുസരിച്ചിട്ടായിരിക്കും ഈ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുക. എനർജി എന്ന് പറഞ്ഞു. അപ്പം ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ഓഫ് എനർജി. ഫിയർ ഒരു എനർജിയാണ്, കറക്റ്റ്. ലവ് ഒരു എനർജിയാണ്. അപ്പം ഏത് വൈബ് അല്ലെങ്കിൽ ഏത് എനർജിയിലാണ് മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നത്? ഡെഫിനറ്റായിട്ട് പോസിറ്റീവ് എനർജിയിലാണ്. അതെ. അപ്പം 3 തരത്തിൽ നമുക്ക് എനർജി പറയാം: നെഗറ്റീവ് എനർജി, പോസിറ്റീവ് എനർജി ആൻഡ് ന്യൂട്രൽ എനർജി. ന്യൂട്രലിലൊന്നും സംഭവിക്കുന്നില്ല, പ്രത്യേകിച്ച് ഒന്നും നടക്കുന്നില്ല, അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട്. നെഗറ്റീവ് എനർജി ആണെങ്കിൽ അവർ വിക്ടിം ഗെയിമിലാണ്, വിക്ടിം ലൈഫിലാണ് ലിവ് ചെയ്യുന്നത്. പോസിറ്റീവ് എനർജി ആണെങ്കിലാണ് ഈ പറഞ്ഞ വൈബ്, നമ്മൾ മറ്റുള്ളവരെ അട്രാക്ട് ചെയ്തു, നമ്മൾ അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മളുടെ ഡിസേഴ്സ് എല്ലാം ട്രൂ ആവുന്നു, നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നു, മറ്റുള്ളവർ നമ്മൾക്കൊരു കരിഷ്മ ഉണ്ടെന്ന് തോന്നുന്നു, മറ്റുള്ളവർ നമ്മളടുത്ത് അടുത്തേക്ക് വരാൻ മാഗ്നറ്റിക് പവർ എന്നൊക്കെ പറയില്ല, അതാണ് ഈ വൈബ് എന്നൊക്കെ പറയുന്നത്. സോ റിയൽ വൈബ് വരണമെങ്കിൽ ഓൾവേസ് ബി ഇൻ എ പോസിറ്റീവ് എനർജി. ജസ്റ്റ് ലൈക്ക് ലവ് ഒരു പോസിറ്റീവ് എനർജിയാണ്, ഗ്രാറ്റിറ്റ്യൂഡ് ഒരു പോസിറ്റീവ് എനർജിയാണ്. ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ളൊരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ സാധാരണ ചോദിക്കാറില്ലേ എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പോൾ എന്താ പറയുക? നല്ല വിശേഷം, നല്ല എല്ലാ കാര്യവും നന്നായി പോകുന്നു. കുറച്ചുകൂടെ നന്നായിട്ട് പറഞ്ഞാലോ? I'm so super happy and I'm enjoying my life to the core. Yes, കുറച്ചുകൂടെ amazing. സോ ഇതിന്റെ ഓരോ എനർജി ഡിഫറെന്റ് ആണ്. അതെ അതെ, കറക്റ്റ്. നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മുടെ ഇമോഷൻസ് മാറും. കറക്റ്റ്. കാരണം ആ ഇമോഷൻസ് എപ്പോഴും റോൾ ചെയ്യുന്നത് നമ്മുടെ ബോഡിയിലാണ്. ആ ഇമോഷൻസിന്റെ വേരിയേഷൻ വി ക്യാൻ ഫീൽ, വി ക്യാൻ സെൻസ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സിൽ എനർജി ഉണ്ട്, നമ്മുടെ തോട്ട്സിൽ എനർജി ഉണ്ട്, നമ്മുടെ മൂവ്മെൻറ്റ്സിൽ എനർജി ഉണ്ട്, സെൽഫ് ടോക്കിൽ എനർജി, എവറിത്തിങ് ആൻഡ് എവരിവെയർ ഈസ് എനർജി. സോ ഹൗ ക്യാൻ വി യൂസ് ദാറ്റ് എനർജി ഇൻ ദി മോസ്റ്റ് പവർഫുൾ മാനർ, പോസിറ്റീവ് വേ? അതാണ് മാനിഫെസ്റ്റേഷൻ, അതാണ് അട്രാക്ഷൻ എല്ലാം തന്നെ. ഇനി ക്വാണ്ടം ഫിസിക്സിൽ എങ്ങനെ നമുക്ക് മാനിഫെസ്റ്റേഷനെ ഡിഫൈൻ ചെയ്യാം? യെസ്, ക്വാണ്ടം ഫീൽഡിലാണ് മാനിഫെസ്റ്റേഷൻ പറയാന്ന് വെച്ചാൽ ഓരോ വ്യക്തികളിലും ഹോൾഡ് ചെയ്യുന്ന ഇമോഷൻസ്, ഇപ്പോൾ ജസ്റ്റ് ലൈക്ക് ഷെയിം, ഗിൽറ്റ്, ഫിയർ, അതുപോലെ കറേജ് അല്ലെങ്കിൽ ലവ്, ഓരോ ഇമോഷനും
ഓരോ വൈബ്രേഷണൽ ഫ്രീക്വൻസിയാണ്, വൈബ്രേഷൻ സെറ്റ് പോയിൻ്റ് എന്ന് പറയും. അപ്പോൾ ഷെയിമിലാണുള്ള ഒരു വ്യക്തിയെങ്കിൽ, ഗിൽറ്റിലൊക്കെ ആണെങ്കിൽ 20 ആണ് അവരുടെ വൈബ്രേഷൻ സെറ്റ് പോയിന്റ്. സെയിം ടൈം ലവിൽ എത്തുമ്പോൾ 500 ആകും. അപ്പോൾ വൈബ്രേഷൻ സെറ്റ് പോയിന്റ് ഉയരുന്ന അനുസരിച്ച് ആളുകളുടെ എനർജി എലിവേറ്റ് ചെയ്യും, ഇമോഷൻസ് എലിവേറ്റ് ചെയ്യും. സോ ഹയർ എലിവേറ്റഡ് ഇമോഷൻ ആണെങ്കിൽ മാനിഫെസ്റ്റേഷൻ വളരെ ഈസിയാണ്. സോ ഇപ്പോൾ നമ്മൾക്ക് പറയാമല്ലോ, ചെറിയ താഴത്തെ ലെവൽ, ഇപ്പോൾ ഒരു ഇങ്ങനെ ചിന്തിക്കുക, ഒരു 17 നിലകൾ, 17 ഇമോഷൻസ് നമുക്ക് ഇവിടെ എടുക്കാം. 17 നിലകളുള്ള ഒരു ബിൽഡിങ്ങിൽ ജീവിക്കുന്ന ഏറ്റവും താഴത്തെ ലെവലിൽ താമസിക്കുന്നവരുടെ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ലോ ആണ്. അവർക്ക് ജീവിതത്തിൻ്റെ സക്സസിനെ കുറിച്ച് അറിയില്ല, ജീവിതത്തിൻ്റെ ബ്യൂട്ടിയെക്കുറിച്ച് അറിയില്ല, പോസിബിലിറ്റീസിനെ കുറിച്ച് അറിയില്ല, ജീവിതത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് മനസ്സിലാവുന്നില്ല. അവർ പരസ്പരം കലഹിച്ചും പരാതി പറഞ്ഞും കുറ്റപ്പെടുത്തിയും അല്ലെങ്കിൽ മറ്റുള്ളവരെക്കുറിച്ച് അനാവശ്യം പറഞ്ഞും ജീവിക്കും. അവരെന്നും താഴ്ന്ന എനർജിയിലാണ്, അവരുടെ എനർജി വൈബ്രേഷൻ താഴെയാണ്. ഇവർക്ക് വലിയ ആഗ്രഹങ്ങളുണ്ടാകും, പക്ഷെ ആ ആഗ്രഹങ്ങളുടെ ക്വാണ്ടം ഫീൽഡ് പറയുന്ന ആഗ്രഹങ്ങളുടെ വൈബ്രേഷൻ അല്ലെങ്കിൽ ആ ഒരു എനർജി എന്ന് പറയുന്നത് ഹയർ ലെവലിലാണ്. അപ്പോൾ ഇവർ നിൽക്കുന്നത് താഴെയും ആഗ്രഹങ്ങൾ വളരെയാണെങ്കിൽ ദർ ഇസ് എ ലോങ് ഗ്യാപ്പ് ഇൻ ബിറ്റ്വീൻ ദം. ആ ഡിസയറും ആ വ്യക്തിയുമായിട്ട് ഇത് ഇവരുടെ ഇമോഷനെ എലിവേറ്റ് ചെയ്ത് ഈ ഡിസയറിൻ്റെ ഇമോഷനുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ മാത്രമേ അത് സംഭവിക്കുള്ളൂ. അപ്പോൾ അത് സംഭവിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ഇമോഷൻ എന്താണെന്ന് അറിയണം, അതിനെ എലിവേറ്റ് ചെയ്യണം. റൈറ്റ് ഇമോഷൻ, റൈറ്റ് വൈബ്രേഷണൽ ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ എത്തുകയും വേണം. ആ റൈറ്റ് ഫ്രീക്വൻസിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടത് ക്ലാരിറ്റിയാണ്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഫ്രീക്വൻസിയിൽ എത്താനുള്ളത് നമുക്ക് പല മെത്തേഡ്സ് ഉണ്ട്. റൈറ്റ് ഫ്രീക്വൻസിയിൽ എത്താൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ്. സോ നമ്മളുടെ വേർഡ്സ് കീപ്പ് ചെയ്യാം, തോട്ട്സ്, നല്ല ചിന്തകൾ കൊടുക്കാം. അതുപോലെ നമ്മൾക്ക് വിഷ്വലൈസേഷൻ, അഫർമേഷൻ, അങ്ങനെയുള്ള മെത്തേഡ്സ് അപ്ലൈ ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാം, നമ്മുടെ എനർജി ഫ്രീക്വൻസി സെറ്റാക്കുന്ന തരത്തിലുള്ള എൻവയോൺമെൻറ്റ് ഓപ്റ്റ് ചെയ്യാം. അതുപോലെ നമ്മുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്ന ആളുകളുമായിട്ട് ഡിസ്കണക്റ്റ് ചെയ്യാം. നമ്മൾ വളരെ സൂക്ഷിച്ച് വാക്കുകൾ ഉപയോഗിക്കാം. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നർ വേൾഡിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഔട്ടർ റിയാലിറ്റി ആയിട്ട് വരുന്നത്, ഔട്ടർ റിഫ്ലക്ഷൻ വരുന്നത്. നമ്മുടെ ഇൻറ്റേർണൽ വേൾഡ് കറക്റ്റാക്കി വെക്കുക എന്നുള്ളതാണ്. തമാശയ്ക്ക് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഇൻറ്റേർണൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നിങ്ങളുടെ IOS അത് കറക്റ്റ് ആണെങ്കിൽ ഔട്ടർ ലൈഫ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ അത് നല്ല ചിന്ത ആയിരിക്കുക, നല്ല രീതി മറ്റുള്ളവരെ കുറിച്ച് നല്ലത് ചിന്തിക്കുക, ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക, ദെൻ നല്ല ഇമോഷൻസ് എലിവേറ്റ് ചെയ്യുക, എനർജി കീപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക. എനർജി ഫുഡിലും നമുക്ക് ചെയ്യാം, ഫിസിക്കൽ മൂവ്മെൻറ്റ് എനർജി ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാം. ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി, സ്പിരിച്വലി എല്ലാ രീതിയിലും നമ്മളുടെ എനർജി എലിവേറ്റ് ചെയ്യാനുള്ള പ്രോസസ്സുകളുണ്ട്. അത് ഇപ്പോൾ ഓരോ ഏരിയയിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫുഡ്, നമ്മൾ ശ്വസിക്കുന്ന വായു സഹിതം. അപ്പോൾ നമ്മൾ പറയാറില്ലേ, നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ ശരീരത്തിന് നല്ല ആരോഗ്യം. അതുപോലെ നമ്മുടെ 5 സെൻസിലൂടെ അകത്തേക്ക് പോകുന്ന ഇൻഫർമേഷൻസ് അത് പോസിറ്റീവ് ആണോ എന്ന് ശ്രദ്ധിക്കുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ സ്വയം മാറി നിൽക്കുക, നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക, നമ്മുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യുക. ഓക്കെ. ചില ആൾക്കാർക്ക് ചെറിയ ഡ്രീംസ് അവർ മാനിഫെസ്റ്റ് ചെയ്ത് വർക്ക് ആവുന്നു എന്ന് പറയുന്നു, പക്ഷേ വലിയ വലിയ ഡ്രീംസ് എത്തുമ്പോൾ അവിടെ ഫെയിൽ ആവുന്നു. അതെന്തുകൊണ്ടായിരിക്കും? ചെറിയ ഡ്രീംസിൻ്റെ ആക്ഷൻസും ചെറുത് മതിയല്ലോ. അതായത് വലിയ ഡ്രീംസ് ആകുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് 2 വർഷം കഴിഞ്ഞ് നേടിയെടുക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അവർ ചിലപ്പോൾ ആക്ഷൻസിൽ അതിന് ഇൻസ്പയർഡ് ആക്ഷൻ എന്നാണ് പറയുന്നത്. ആ ഇൻസ്പയർഡ് ആക്ഷൻ്റെ എംബോഡി ചെയ്തില്ല, ആക്ഷൻസ് കറക്റ്റായി വരില്ല. പിന്നെ മാത്രമല്ല ലേറ്റായി പോകുമ്പം അവരുടെ മൈൻഡിലൊരു ഡൗട്ട് ഉണ്ടാകാം. അപ്പോൾ എവിടെയോ ഒരു മിസ് അലൈൻമെൻ്റ് ഉണ്ടാകാം. അവരുടെ വൈബ്രേഷൻ ഇതുമായിട്ട് ഒരു പ്രോപ്പർ അലൈൻമെൻറ്റിൽ വരാതിരിക്കാം. ഇമോഷൻസ് ചേഞ്ച് ഉണ്ടാകാം. പിന്നെ ഓഫ്കോഴ്സ് ഒരു ഡെസ്പറേഷൻ ഉണ്ടാകും, എനിക്കിത് വന്നില്ലല്ലോ, എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു ഡെസ്പറേഷൻ. എപ്പോൾ ഡെസ്പറേറ്റ് ആയി പോകുന്നോ അവിടെ മാനിഫെസ്റ്റേഷൻ സ്റ്റോപ്പ് ആവുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ വലിയ സ്വപ്നങ്ങൾ വരുമ്പോൾ നമ്മളൊരു ഡിവൈൻ ഡിലേ ഉണ്ടാകും. ഒരു ലേറ്റായിട്ടായിരിക്കും റിസൾട്ട് വരിക എന്നുള്ള ഒരു ഉദ്ദേശം നമുക്ക് വേണം, ആ ഒരു ഇൻറ്റൻഷൻ വേണം. അതുപോലെ ഒരു ബ്യൂട്ടിഫുള്ളായിട്ട് അതിനെ ഡിറ്റാച്ച് ചെയ്യണം.
ഡിറ്റാച്ച്മെൻറ്റ് പ്രാക്ടീസ് ചെയ്യണം. നമുക്കത് മാനിഫെസ്റ്റേഷന് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ നോർമലി പറയുന്നത് ഒരു ഹോട്ടലിൽ പോയിട്ട് ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വീണ്ടും അയാളെ വിളിച്ച് പറയില്ലല്ലോ ആയോ നമ്മൾ ചോദിക്കാറില്ല. അപ്പോൾ ആ ഒരു ഫെയ്ത്ത് ഉണ്ടാകണം, ഒരു ട്രസ്റ്റ് ഉണ്ടാകണം, ഒരു ഡിറ്റാച്ച്മെൻറ്റ് ഉണ്ടാകണം. അല്ലാത്തത് കൊണ്ടാണ് ഇതുപോലെയുള്ള വലിയ സ്വപ്നങ്ങൾ ഡിലേ ആകുന്നതിനുള്ള റീസൺസ്. ഡിവൈൻ ടൈമിംഗ് എന്നുള്ളൊരു പ്രോസസ്സ് ഉണ്ട്. അതപ്പോൾ ഒരു എക്സ്ക്യൂസ് അല്ല. ഒരിക്കലില്ല. കാരണം ഈ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് അത് കിട്ടാനുള്ളൊരു ഡിസർവബിലിറ്റി ഉണ്ടാകണം. ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം നമുക്ക് നടക്കണമെന്ന് വിചാരിച്ചാൽ യൂണിവേഴ്സിലെ അലൈൻമെൻറ്റ് വരണമല്ലോ. യൂണിവേഴ്സിനും കൂടി അത് തോന്നണം ഈ വ്യക്തിക്ക് അത് കിട്ടാൻ ഒരു യോഗ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ഡിസർവബിലിറ്റി എത്തുന്നത് വരെ നമ്മളൊരു പരീക്ഷണ കാലഘട്ടം പോലെയാണ്. അത് ക്വാളിഫൈ ചെയ്യണം നമ്മൾ. ഓക്കെ, അതാണ് അത് ക്വാളിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു പ്യൂരിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ഡിസർവബിലിറ്റിക്ക് വേണ്ടി നമ്മൾ ക്ലെൻസ് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ക്ലെൻസിങ് പ്രോസസ്സ് ഉണ്ട്. ചിലപ്പോൾ ആ ഒരു പൊസിഷനിലേക്ക് എത്താൻ നമ്മൾ നോളജും വിസ്ഡവും ഗെയിൻ ചെയ്യേണ്ടതുണ്ടാവും. ചിലപ്പോൾ അതിന് വേണ്ട ആപ്റ്റായിട്ടുള്ള ആക്ഷൻ എടുക്കേണ്ടതുണ്ടാകുക. ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ലേൺ ചെയ്യണം, എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ഒരു പൊസിഷനിലേക്ക് വേണ്ടിയിട്ടാണ് ഒരാൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ പൊസിഷനിൽ റീച്ച് ചെയ്യാൻ പാകത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിഫൈഡ് ആകണമല്ലോ. അത് പ്രപഞ്ചം അല്ലെങ്കിൽ യൂണിവേഴ്സ് നോക്കുന്നത് ആ ഒരു ഡിസർവബിലിറ്റിയാണ്. സോ അതാണ് നമ്മുടെ ആക്ഷൻ. ആ ആക്ഷൻ പ്രോപ്പർ ആക്കുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ട് മാനിഫെസ്റ്റേഷൻ വർക്ക് ആകും. ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചോദിക്കുന്നതാണ്, ഡോക്ടർ മാനിഫെസ്റ്റ് ചെയ്ത് നേടിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? എൻ്റെ ലൈഫിൽ ധാരാളം കാര്യങ്ങൾ മാനിഫെസ്റ്റേഷനിലൂടെ നേടിയിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഞാൻ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 8-9 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് വീട്ടിൽ പത്രം വരുത്തുമ്പോൾ സൺഡേ സപ്ലിമെൻറ്റിൽ വരുന്ന വളരെ അതായത് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യമായിരിക്കും. ചിലപ്പോൾ സ്റ്റോറീസ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു മോട്ടിവേഷണൽ ഫാക്ടർ. അന്ന് ഇതേപോലെ മോട്ടിവേഷൻ്റെ ഒരു റെവല്യൂഷനൊന്നും ഇല്ലല്ലോ, പത്രങ്ങളിൽ വരുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ വെട്ടിയെടുത്ത് സൂക്ഷിക്കും സൺഡേ സപ്ലിമെൻറ്റിൽ. അപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, സൺഡേ സപ്ലിമെൻറ്റിൽ ഒരു കോളം എഴുതണം എനിക്ക് വലുതാകുമ്പോൾ, അല്ലെങ്കിൽ എനിക്കൊരു കോളമിസ്റ്റ് ആകണം. ഇന്ന് ഞാൻ എല്ലാ ഞായറാഴ്ചകളിലും ഇവിടെ ദുബായിലുള്ള പത്രത്തിൽ, ഒരു മലയാളം പത്രത്തിൽ സൺഡേ സപ്ലിമെൻറ്റിൽ ഞാൻ കോളം ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ആഗ്രഹിച്ചിരുന്നൊരു സിനിമയിൽ അഭിനയിക്കണമെന്ന്. അത് മാനിഫെസ്റ്റേഷനിലൂടെ തന്നെയാണ് ഞാൻ സിനിമയിൽ അഭിനയിച്ചത്. എൻ്റെ കുട്ടിക്കാലം മുതലുള്ള മറ്റൊരാഗ്രഹം വരുന്ന ഒരു നാടകത്തിൽ അഭിനയിക്കണമെന്ന്. അബുദാബി നാടക ഉത്സവത്തിൽ ഒരു വലിയ നല്ല ഒരു ട്രൂപ്പിനോടൊപ്പം നല്ലൊരു പ്രധാനപ്പെട്ട ഒരു വേഷം നാടകത്തിൽ ചെയ്യാനുള്ളൊരു അവസരം ലഭിച്ചു. ഞാൻ ആഗ്രഹിച്ച എൻ്റെ പുസ്തകം ഒരു പുസ്തകം ഒരു 5 വർഷത്തിൽ കൂടുതൽ ടൈം എടുത്ത് എഴുതിയൊരു പുസ്തകമാണ് എൻ്റെ പേഴ്സണൽ ബ്രാൻഡിങ്. ആ പുസ്തകം എഴുതുമ്പോൾ തന്നെ ഞാൻ ആഗ്രഹിച്ചിരുന്നത് യൂസഫലി സാറായിരിക്കും ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. അത് മാനിഫെസ്റ്റേഷനിലൂടെ നടന്നു. അതങ്ങനെ നോക്കിയാലും ഞാൻ എത്രയോ രാജ്യങ്ങൾ സഞ്ചരിച്ചു, എത്രയോ രാജ്യങ്ങളിൽ പോയി പ്രോഗ്രാം ചെയ്തു. ഇതെല്ലാം എൻ്റെ മാനിഫെസ്റ്റേഷൻ തന്നെയാണ്. അമേസിംഗ്. ഇറ്റ്സ് വെരി ഇൻസ്പയറിംഗ്. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ്. ഡോക്ടർ എടുത്ത വഴികൾ എന്താണ് മാനിഫെസ്റ്റേഷന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്? ശരിക്കും അതൊരു ബോധപൂർവം എടുത്തതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഡീപ്പസ്റ്റ് ഡിസയർ ആയിരുന്നു എൻ്റെ ഒന്നാമത്തെ കാര്യം. അതിലെനിക്കൊരു ക്ലാരിറ്റി ഉണ്ട്. എനിക്ക് എന്ത് വേണം, എപ്പോൾ വേണം, എങ്ങനെ വേണം എന്നുള്ളൊരു ക്ലാരിറ്റി എനിക്കുണ്ടായിരുന്നു. ആൻഡ് ഇമോഷൻ എന്ന് പറയുന്നത് ഈസ് ജസ്റ്റ് ലൈക്ക് എ മാഗ്നറ്റ്. ഓൾവേസ് എന്നെ അറിയുന്നവർക്കറിയാം, ഞാൻ എപ്പോഴും ഒരു എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ചൈൽഡ്ഹുഡിൽ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്തിരുന്നു. പക്ഷെ അത് ഗ്രാറ്റിറ്റ്യൂഡ് ആയിട്ടല്ല ഞാൻ ചെയ്തിരുന്നത്. എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡാണെന്ന് അറിയില്ല. ബട്ട് ലാസ്റ്റ് ഒരു 20 ഇയേഴ്സായിട്ട് ഒരിക്കൽ പോലും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാത്ത ഒരു ദിവസം പോലും ഇല്ല. ദെൻ ഞാൻ വളരെ അലൈൻഡ് ആകാൻ, എപ്പോഴും ഒരു യൂണിവേഴ്സുമായിട്ടൊരു അലൈൻമെൻറ്റ് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഒരു സ്പിരിച്വലി അലൈൻഡ് ആകുക, അപ്പോൾ അത് ഞാൻ മിസ് ചെയ്യാത്തൊരു കാര്യമാണ്. ഗ്രാറ്റിറ്റ്യൂഡാണ് എന്നെ എപ്പോഴും ഒരു ഹൈ വൈബ്രേഷനിൽ നിർത്തുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓഫ് കോഴ്സ് ലൈഫിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്, പെയിൻ വന്നിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ ഒരുപാട് ഇപ്പോൾ ഇമോഷൻസ് താഴെ പോകുന്ന ഇമോഷൻസ് വരും. ബട്ട് ഞാനത് പേർപ്പസ്ഫുള്ളി അവിടെയൊക്കെ ഒരു പക്ഷേ പെയിൻ ആണെങ്കിൽ പോലും ആ പെയിനിൽ തന്നെ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് മിസ് ചെയ്യാറില്ല.
പിന്നെ ലൈഫ് ധാരാളം സമ്മാനങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് പല സന്ദർഭങ്ങളിലായിട്ട്. ജീവിതം തിരിഞ്ഞു നോക്കുമ്പോൾ ഒത്തിരി സമ്മാനങ്ങൾ ജീവിതം എനിക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ഞാൻ ഗ്രേറ്റ്ഫുള്ളായിട്ട് കാണുന്നു. പിന്നെ സബ് കോൺഷ്യസ് പ്രോഗ്രാമിംഗ് എന്ന് അത് ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ് നമ്മുടെ ബിലീഫ്. എനിക്കിത് ചെയ്യാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിച്ചാൽ അതാണ് ട്രൂത്ത്. അപ്പോൾ ആ ബിലീഫിൽ ഞാൻ നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്. ഏതൊരു കാര്യം എടുക്കുമ്പോഴും ഞാനൊരു സെലിബ്രിറ്റി കോച്ചായതുപോലും അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് വളരെ മുൻപ് സെലിബ്രിറ്റി ആകാൻ പറ്റുന്നില്ലല്ലോ, പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ തോട്ടിൽ നിന്നാണ് സെലിബ്രിറ്റി കോച്ചിങ്ങിലേക്ക് വരുന്നത്. അതെനിക്ക് പറ്റുമെന്നുള്ള എൻ്റെ ഒരു റീഫ്രെയിം ചെയ്തിട്ടുണ്ട്. എൻ്റെ മനസ്സിൻ്റെ വിശ്വാസങ്ങളെ ഞാൻ പ്രോഗ്രാം ചെയ്തത് കൊണ്ടാണ്. ദെൻ ഓൾവേസ് ഐ ആം റെഡി ടു വെയിറ്റ്. അപ്പോൾ എനിക്ക് റിസൾട്ട് വരുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ഞാൻ അതിനകത്ത് എൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാനത് ആഗ്രഹിച്ചിട്ട് അതിനകത്ത് ഡിറ്റാച്ച്മെൻറ്റ് ചെയ്യാറുണ്ട്. ഒരിക്കലും അതിനകത്ത് പിടിച്ചു തൂങ്ങിയിരിക്കുക അല്ലെങ്കിൽ ഡെസ്പറേറ്റ് ആകുക. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു അൺഷേക്കബിൾ ഫെയ്ത്ത് ആൻഡ് സറണ്ടർ ടു ദ യൂണിവേഴ്സ്. അവിടെയാണ് എനിക്ക് തോന്നുന്നത് എനിക്കത് കിട്ടും, എനിക്കത് ലഭിക്കും. ഐ ആം ഡിസർവിങ് ദാറ്റ്. ഞാനൊരു ഡിസർവിങ് ഫാക്ടറാണ്. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ഒരു ഇമോഷൻസ്, എൻ്റെ ഒരു ആക്സെപ്റ്റൻസ്, ഞാനതിനകത്ത് സെൽഫ് വർത്താണെന്ന് ഉള്ളൊരു വിശ്വാസം കൊണ്ട് നടക്കുക, സെൽഫ് ലവ് എപ്പോഴും പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. വേർഡ്സ് ആർ പവർഫുൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നെഗറ്റീവ് വേർഡ്സ് വരുമ്പോൾ, നെഗറ്റീവ് തോട്ട്സ് വരുമ്പോഴും അതെങ്ങനെ നമുക്ക് റീഫ്രെയിം ചെയ്യാൻ പറ്റും? നെഗറ്റീവ് വേർഡ്സ് വരുന്നത് ഓഫ് കോഴ്സ് നെഗറ്റീവ് തോട്ട്സിൽ നിന്നാണ്, നെഗറ്റീവ് ചിന്തകളിൽ നിന്നാണ്. അപ്പോൾ നല്ല ചിന്തകൾ ഉണ്ടാകണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് നല്ലതായിരിക്കണം. അപ്പോൾ നല്ല ചിന്തകൾ ഉണ്ടാകുന്ന ഒരു എൻവയോൺമെൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ നല്ല ചിന്തകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കാണണം, കേൾക്കണം, അനുഭവിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് എല്ലാ ദിവസവും ചാനലിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന എല്ലാ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൺസ്യൂം ചെയ്യുന്നൊരു വ്യക്തി, മറ്റുള്ളവരെ കുറ്റം പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ, ജഡ്ജ് ചെയ്യുന്ന ഒരാൾ, പരാതി പറയുന്ന ഒരാൾ, ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും നല്ല ചിന്തകൾ വരില്ല. അപ്പോൾ നമ്മുടെ തോട്ടിൽ നിന്ന് തന്നെ നമ്മൾ കറക്ഷൻ കൊടുക്കണം. നല്ല ചിന്തകൾ വരണമെങ്കിൽ നല്ല വിശ്വാസം ഉണ്ടാകണം, നമ്മുടെ ബിലീഫ് കറക്റ്റ് ആവണം. എല്ലാവരും നല്ല ആൾക്കാരാണ്, എല്ലാവരിലും ഒരു നല്ല അംശമുണ്ട്. ആ എല്ലാവരിലുള്ള നന്മ കാണാൻ നമ്മൾ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ സെൽഫ് ടോക്ക് പോസിറ്റീവ് ആണെങ്കിൽ നല്ല ബിലീഫായിരിക്കും. സെൽഫ് ടോക്ക് പോസിറ്റീവ്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്ന് ഏറ്റവും നല്ലൊരു പ്രഭാതമാണ്, ഈ ഒരു പ്രഭാതം ലഭിച്ചതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. നമുക്ക് കാണുന്ന എല്ലാത്തിലും ഒരു നന്മ കണ്ടുകൊണ്ട് തുടങ്ങാം. അങ്ങനെ ഉള്ള ഒരു മൈൻഡ് സെറ്റ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സും നല്ലതായിരിക്കും. അപ്പോൾ വളരെ വേർഡ്സ് ആർ അഫർമേഷൻസ് എന്നാണ് പറയുന്നത്. വളരെ സൂക്ഷിച്ചായിരിക്കണം ഓരോ വാക്കുകളും നമ്മൾ ഉപയോഗിക്കേണ്ടത്. മറ്റുള്ളവരുടെ സ്വപ്നം എൻ്റെ സ്വപ്നം ആക്കുന്ന പലരുണ്ട് നമ്മുടെ ഇടയിൽ തന്നെ. ചിലർക്ക് പൈസയാവാം, അല്ലെങ്കിൽ ഒരു ജോബ് കണ്ടിട്ട് അത് എനിക്ക് അതുപോലെ വേണം, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അത് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ബാക്ക് ഫയർ ചെയ്യുമോ? ബാക്ക് ഫയർ ചെയ്യത്തില്ല. കാരണം ഒരാളുടെ സ്വപ്നം എന്ന് പറയുന്നത് അയാളുടെ ഒരു കപ്പാസിറ്റി അനുസരിച്ചും കേപ്പബിലിറ്റി അനുസരിച്ചിട്ടും അയാൾ പെർസീവ് ചെയ്യുന്നൊരു കാര്യമാണ്. അയാളുടെ മനസ്സിൽ നിന്നും വരുന്നൊരു കാര്യമാണ് ഒരാളുടെ ഡ്രീം എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ഡ്രീം വേറൊരാൾക്ക് അതേപോലെ കോപ്പി ചെയ്യാൻ പറ്റില്ല. കാരണം ആദ്യം ഡ്രീം കണ്ട ഒരാളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അയാളുടെ എക്സ്പീരിയൻസും അയാളുടെ ലൈഫിലുണ്ടായിട്ടുള്ള ആ വ്യക്തിയെക്കുറിച്ച് അയാൾക്കുള്ളൊരു പെർസെപ്ഷനും എല്ലാം ചേർന്നിട്ടാണ് അയാളൊരു സ്വപ്നം കാണുന്നത്. അത് വേറൊരാൾക്ക് എങ്ങനെ കോപ്പി ചെയ്യാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. കോപ്പി ചെയ്താൽ തന്നെ അതെങ്ങനെ മാച്ച് ആവും? ആ എനർജി മാച്ച് ആകത്തില്ലല്ലോ, ആ വിശ്വാസങ്ങൾ മാച്ച് ആവില്ല, ആ ഇമോഷൻസ് മാച്ച് ആവില്ല. ഇപ്പം എൻ്റെ സ്വന്തമായിട്ടുള്ളൊരു സ്വപ്നത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോഴാണ് എനിക്ക് എന്നെ മാഗ്നറ്റിക് ഫീൽഡിലുള്ള ഒരു ഇമോഷനിലേക്ക് എന്നെ കൊണ്ടെത്തിക്കുന്നത്. ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നത് ആലോചിക്കുമ്പോഴാണ് എനിക്ക് പ്രോപ്പർ ഫീലിംഗ് വരുന്നത്. മാനിഫെസ്റ്റേഷനിൽ ഓൾവേസ് ഫീലിങ്ങിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പം മാനിഫെസ്റ്റ് ചെയ്യുന്ന എൻ്റെ ഒരു ഡ്രീം ഫുൾഫില്ല് ചെയ്യുമ്പം ഞാൻ അനുഭവിക്കുന്ന ഒരു സന്തോഷം, സുഖം, അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു ഫ്രീഡം, ഫുൾഫിൽമെൻറ്റ് എനിക്ക് ഫീൽ ചെയ്യാൻ കഴിയണം. ഇപ്പോൾ വേറൊരാളുടെ ഒരു സ്വപ്നത്തിൽ എനിക്കൊരിക്കലും ആ ഫീലിംഗ് വരില്ല. എനിക്ക് സംശയം ഉണ്ടാകും, എനിക്കത് പറ്റുമെന്നുള്ള ഡൗട്ട് ഉണ്ടാകുമ്പോൾ ആദ്യം തന്നെ അത് മാനിഫെസ്റ്റേഷൻ ഫെയിൽ ആവും, അത് വർക്കാവില്ല. ഡോക്ടർ ഫീലിങ്സിനെ കുറിച്ച് പറഞ്ഞു. മാനിഫെസ്റ്റേഷൻ ഫ്യൂച്ചർ ടെൻസിലാണോ വർക്ക് ചെയ്യുന്നത്? അതായത് ഇപ്പോൾ ഫീലിംഗ്
എനിക്കൊരു കാറ് വാങ്ങണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ കാറ് ഓടിക്കുന്ന ഒരു അല്ലെങ്കിൽ കെനസ്തറ്റിക് കാർ ഓടിക്കുന്ന പോലെ ആ ഉള്ളൊരു ഫീല് ഞാൻ കൊടുത്താലേ അത് വർക്കാവും അല്ലേ? അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഫ്യൂച്ചറിലില്ല, ആക്ട് ആസ് ഇഫ് ഈ മൊമെൻറ്റിൽ ഞാനത് എക്സ്പീരിയൻസ് ചെയ്യുന്നുള്ള ഫീലിംഗ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യണം. ഓക്കെ. ഈ മൊമെൻറ്റിൽ ഞാനിപ്പോൾ കാറിൽ ഓടിക്കുമ്പോൾ എനിക്ക് എന്ത് ഫീലിംഗ് ഉണ്ടത്, ആ ഫീലിംഗ് ഞാൻ ഇപ്പോൾ അനുഭവിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ആ ഫീലിംഗ്, ആ തോട്ട്സ്, ആ ബിലീഫ്, ആക്ഷൻ, FDBA എന്ന് പറയും. ഇത് കംപ്ലീറ്റ് വന്നാൽ മാത്രമാണ് മാനിഫെസ്റ്റേഷൻ നടക്കുന്നത്. നമ്മുടെ ഉപബോധ മനസ്സിന് ഒരിക്കലും റിയാലിറ്റിയും അതുപോലെ തന്നെ ഇമാജിനേഷനും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഇവിടെ വർക്ക് ആകുന്നത്. അപ്പോൾ നമ്മൾ ആ കറക്റ്റ് ഫീലിംഗ് കൊടുക്കണം. ഞാനിപ്പോൾ ആ ഒരു ഇമോഷനിൽ, ആ ഒരു ഫീലിങ്ങിൽ എനിക്ക് എത്രമാത്രം സന്തോഷമുണ്ട്, ആ സന്തോഷം എൻ്റെ മനസ്സിനെയും ബോഡിയെയും ആ വൈബ്രേഷനിൽ, ഇപ്പം ആ ഇമോഷൻ വരുമ്പോൾ ബോഡി വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. സന്തോഷത്തിൻ്റെ ഇമോഷൻ വരുമ്പോൾ ബോഡി വൈബ്രേഷൻ, പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാകും. ആ വൈബ്രേഷൻ ഉണ്ടാക്കാൻ പറ്റിയാൽ അവിടെ മാനിഫെസ്റ്റേഷൻ സാധിക്കുന്നു. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 17 സെക്കൻഡ് to 60 സെക്കൻഡ് വരെ ഒരു കാര്യത്തിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പ്യുവർ തോട്ട് കൊടുക്കാൻ സാധിച്ചാൽ വളരെ പെട്ടെന്ന് മാനിഫെസ്റ്റേഷൻ നടക്കും. കാരണം വേറൊരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ ആ ഒരു ഡ്രീം ട്രൂ ആയി എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയും, ആ ഫീലിംഗ് ഫീൽ ചെയ്യാൻ കഴിയും, ആ വൈബ്രേഷൻ ബോഡിയിലേക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുകയും ചെയ്താൽ എളുപ്പം മാനിഫെസ്റ്റേഷൻ നടക്കും. ഗ്രേറ്റ്, അമേസിങ്. ഇനി ഒരു റിലേഷൻഷിപ്പ് ക്വസ്റ്റ്യൻ ആണ്. വൺ സൈഡ് ലവ്, അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പിൽ നോട്ടീസ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ഈ മാനിഫെസ്റ്റേഷനിലൂടെ ആ ഒരു വൺ സൈഡ് ലവ് റിലേഷൻഷിപ്പ് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുമോ? നല്ലൊരു ക്വസ്റ്റ്യനാണ്. കാരണം സാധാരണ യങ്സ്റ്റേഴ്സിന് ഒരുപാട് പേർക്കുള്ള ചോദ്യമായിരിക്കാം. അപ്പോൾ ഇവിടെ ഈ ലവ് എന്ന് പറയുന്നത് നിരാകരിക്കപ്പെടുക അല്ലെങ്കിൽ ലവ് ശ്രദ്ധിക്കപ്പെടാതെ പോവുകയോ ചെയ്യുന്നതിനൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒരുപക്ഷെ അയാൾ അറിയുന്നുണ്ടാവില്ല ഈ വ്യക്തി സ്നേഹിക്കുന്നുണ്ടെന്ന്. അത് ഒന്നാമത്തെ റീസൺ. അത് പ്രോപ്പർ വേയിൽ അറിയിക്കാൻ കഴിയണം. അതിനി അറിയിച്ചാൽ പോലും തന്നെ യങ്സ്റ്റേഴ്സ് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, അപ്പം നമുക്ക് ഇങ്ങനെ ക്രഷ് തോന്നുന്ന ആൾക്കാർ അല്ലെങ്കിൽ സ്നേഹം തോന്നുന്ന ആൾക്കാർ ഞങ്ങൾക്ക് സ്നേഹിക്കുന്നില്ല, അതിനെന്ത് ചെയ്യണമെന്നുള്ളൊരു ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം സ്നേഹിക്കേണ്ടത് നമ്മളെ തന്നെയാണ്, സെൽഫ് ലവ്. സോ നമ്മളെ അക്സെപ്റ്റ് ചെയ്യാത്തിടത്തോളം കാലം ലോകത്താരും നമ്മളെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. സോ ലവ് എന്ന് പറയുന്ന ഒരു അക്സെപ്റ്റൻസ് ആണ്. ആദ്യം അവനവനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക, അവനവനെ സ്നേഹിക്കുക, നമ്മളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടാക്കുക, നമ്മളെ തന്നെ ബിലീവ് ചെയ്യുക, നമ്മളെ സ്നേഹിക്കാൻ ഡിസർവിങ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്നുള്ളൊരു ബോധം ഉണ്ടാക്കുക. അങ്ങനെ ഒരു സെൽഫ് ലവ് സെൽഫ് അക്സെപ്റ്റൻസ് കൂട്ടുന്ന ഒരാളെ ജസ്റ്റ് ലൈക്ക് എ മാഗ്നറ്റ് പിന്നെ എല്ലാവരും നമ്മളിലേക്ക് സ്നേഹത്തിൻ്റെ വാതിലുകൾ തുറക്കുമെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ എല്ലാവരും നമ്മളിലേക്ക് സ്നേഹം നമ്മളിലേക്ക് വരും. നമ്മൾ ഒരുപക്ഷെ ഡിനൈ ചെയ്തവരോ റിജക്റ്റ് ചെയ്തവരൊക്കെ വീണ്ടും സ്നേഹിക്കാനൊക്കെ തുടങ്ങും. അപ്പോൾ സെൽഫ് ലവ് തന്നെയാണ് മെഡിസിൻ. ഓക്കെ. ചക്രയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. 7 ചക്ര, നമ്മുടെ ബോഡിയിലുള്ള ചക്രാസ്. ഈ ചക്രയും മാനിഫെസ്റ്റേഷനും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? 7 ചക്രാസ് 7 എനർജി പോയിൻറ്റ്സ് ആണ്. അത് മെയിൻ ചക്രാണ്. ധാരാളം മൈനർ ചക്രാസ് നമ്മുടെ ശരീരത്തുണ്ട്. അപ്പോൾ എനർജി എലിവേഷൻ മാനിഫെസ്റ്റേഷൻ്റെ ഒരു വലിയ ക്രൂഷ്യൽ ഏരിയ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ഹാർട്ട് ചക്രയാണ് ലവ്, ഗ്രാറ്റിറ്റ്യൂഡ്, എംപതി, അതുപോലെ തന്നെ കമ്പാഷൻ ഒക്കെ സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ അത് കൊടുക്കാനും വാങ്ങാനും നമുക്ക് കഴിയണം. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക അല്ലെങ്കിൽ നല്ല ഇമോഷൻ വരണമെങ്കിൽ ഹാർട്ട് ചക്ര ഓപ്പൺ ആയിരിക്കണം. അതെ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ സെൽഫ് എസ്റ്റീം, സെൽഫ് വർത്ത് എന്ന് പറയുന്നത് ത്രോട്ട് ചക്രയാണ്. അത് ബ്ലോക്ക് ആണെങ്കിൽ നമ്മൾക്കൊരിക്കലും ഡിസർവിങ് ആണെന്നുള്ളൊരു ഫീല് വരില്ല. ആൻഡ് നമ്മുടെ തേർഡ് ഐ എന്ന് പറയുന്നത് നമ്മുടെ വിഷനാണ്. അവിടെയാണ് ക്ലാരിറ്റി ഉള്ളത്. അപ്പോൾ പ്രോപ്പർ ക്ലാരിറ്റി നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് എന്താണ് നമുക്ക് നേടേണ്ടത്, എന്താണ് മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. അപ്പോൾ ഇവിടെ തേർഡ് ഐ ചക്ര ഓപ്പൺ ആയിരിക്കണം. ആൻഡ് നമ്മുടെ സോളാർ ചക്ര മീൻസ് പവർ. സോ നമുക്ക് ആ ഒരു ബിലീഫും പവറും ഒരു സ്ട്രെങ്ത്തും ഉണ്ടെങ്കിലാണ് എനിക്കത് നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളൊരു ഇന്നർ ക്ലാരിറ്റി, ഇന്നർ പവർ ഉണ്ടാകുക. അത് ഓപ്പണായിരിക്കണം. ആൻഡ് സേക്രഡ് ചക്ര എന്ന് പറയുന്നത് ഈ ലോകത്തുള്ള എല്ലാ സംവിധാനങ്ങളും എല്ലാ സന്തോഷങ്ങളും ഞാനും ഡിസർവിങ് ആണ്, എനിക്കും വേണം, എനിക്കതിനുള്ള അർഹതയുണ്ടെന്നുള്ളൊരു ബോധ്യം വേണം. അത് ഓപ്പൺ ആയിരിക്കണം. ആൻഡ് റൂട്ട് ചക്ര പ്രോപ്പർ അലൈൻമെൻറ്റ്, ഗ്രൗണ്ടഡ് ആയിരിക്കണം. എന്നാലാണ് ആ അലൈൻമെൻറ്റ്, യൂണിവേഴ്സുമായിട്ടുള്ള അലൈൻമെൻറ്റ് പ്രോപ്പർ ആവുക. ആൻഡ് എൻഡ് ഓഫ് ദി ഡേ ഡെഫിനറ്റായിട്ട് നമ്മൾ കറക്റ്റ് ഇമോഷൻ വേണം, കറക്റ്റ് തോട്ട്സ് വേണം,
കറക്റ്റ് വൈബ്രേഷൻ വേണം ആൻഡ് യൂണിവേഴ്സൽ അലൈൻമെൻറ്റ് വേണം. അതാണ് നമ്മളുടെ ഈ ക്രൗൺ ചക്ര. അപ്പോൾ ഈ പ്രോപ്പർ ഈ ചക്ര അലൈൻമെൻറ്റ് അത്യാവശ്യമാണ്. നമ്മൾ അറിയാതെയൊക്കെ ഈ പ്രാക്ടീസിലൂടെ അലൈൻമെൻറ്റ് സംഭവിക്കും. പക്ഷേ ഇതും കൂടി നമ്മൾ കെയർഫുള്ളായിട്ട് ശ്രദ്ധിച്ച് എനർജി മാനേജ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പേഷ്യൻസ് ഉണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് ഇമോഷൻസ് നമുക്ക് എലിവേറ്റ് ചെയ്യാൻ സാധിച്ചാൽ, എനർജി ഹൈ ആക്കി നിർത്താൻ സാധിച്ചാൽ ഈ അലൈൻമെൻറ്റ് പ്രോപ്പറാവും. നമുക്ക് എന്തും മാനിഫെസ്റ്റ് ചെയ്യാം, ജീവിതം കൂടുതൽ മനോഹരമാക്കുകയും ചെയ്യാം. It was a great insight, ma'am. Thank you so much for your time. It was really wonderful having this conversation. I really enjoyed it. I hope everyone enjoyed it. And thank you. See you on the next episode. Stay tuned. Bye.